എല്ലാവർക്കും ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ ഡിഷാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് നോൺ വെജ് ടേസ്റ്റാണ്. നോൺ വെജ് ടേസ്റ്റിൽ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ മഷ്റൂം മസാലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മഷ്റൂം മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിന്ന് ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് മഷ്റൂം, തക്കാളി, സവാള, ജിഞ്ചർ ഗാർലിക് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പച്ചമുളക്, തേങ്ങ കൊത്തിയെടുത്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിനുള്ള ഓയിൽ, കറിവേപ്പില, മല്ലിയില ഓപ്ഷണലാണ്. മഷ്റൂം നല്ലവണ്ണം കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. അതിൻ്റെ തണ്ടിന് കുറച്ച് കട്ടിയുണ്ടാവും, അപ്പോൾ അത് നല്ലവണ്ണം കത്തി വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് കൈ വെച്ച് ഇതുപോലെ കീറിയെടുത്താൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ് വയ്ക്കണം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതൊന്ന് നല്ലവണ്ണം മൊരിയണം. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും 1 ടീസ്പൂൺ വീതം ഇട്ട് ഇളക്കി നല്ലവണ്ണം മൊരിയണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. മഷ്റൂമിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് നല്ലവണ്ണം വറ്റി വരുന്നുണ്ട്. കിച്ചണിൽ യെല്ലോ ലൈറ്റ് ആയതുകൊണ്ട് കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് കറക്റ്റായിട്ടുള്ള കളർ കാണിക്കാം. ഏകദേശം നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ലവണ്ണം മഷ്റൂമൊക്കെ വെന്ത് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് യോജിപ്പിക്കാം. കുരുമുളകൊക്കെ നല്ലവണ്ണം പിടിച്ച് നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട്.
ഇപ്പം മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കൊക്കെ പറ്റിയ പാകത്തിന് കുറച്ച് ഗ്രേവിയും കൂടി ഉള്ള രീതിയിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.